ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുവാണേ. വേറെ ഒന്നുമല്ല, വീട്ടിലെ ഒരു ചെറിയ ചെറിയ ഇന്നത്തെ വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. രാവിലെ അച്ചു എന്നെ അച്ചിങ്ങ വെച്ചാൽ നമ്മുടെ ഇവിടെ അച്ചിങ്ങ പയറില്ലേ, അത് വെച്ച് മെഴുക്കുവരട്ടി വയ്ക്കാനുള്ള പ്ലാനിലാണ്. ചുമ്മാ സിമ്പിളായിട്ടൊരു പാചകം, ഇന്നത്തെ ഒരു സ്പെഷ്യൽ പോലെ. മുളക് പൊടി ചേർക്കാതെ നമ്മുടെ ചില്ലി ഇതൊക്കെ ഇട്ടില്ലേ, മുളക് ചതച്ചതൊക്കെ ഇട്ടിട്ടുള്ളൊരിത്. അവൻ വന്ന് ചോദിക്കുക, ഇന്നെന്തോ ചിക്കനില്ലേ എന്നായിരിക്കും അതുകൊണ്ട് ചോദ്യം. ഇന്ന് അമ്മ എന്താ വയ്ക്കുന്നതെന്നൊക്കെ അന്വേഷിച്ച് പുള്ളി എന്താ ചോദിക്കുമോ, എന്തൊക്കെയാണ് ഇത് വയ്ക്കുന്നതെന്ന് നോക്കുക. ദേവൻ അവന് ചിക്കനും അതൊന്നും ഇല്ലേ എന്നുള്ള ചോദ്യമായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അവനുമായിട്ട് പറഞ്ഞ് പുള്ളി എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതേപ്പോൾ അടുപ്പത്ത് കഞ്ഞി തിളച്ചു. ഇതിപ്പോൾ പറയുമായിരിക്കും അല്ലേ, ഇത് എല്ലായിടത്തും ഉള്ളതല്ലേ കഞ്ഞിയൊക്കെ തിളയ്ക്കുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ തന്നെ കൃഷി ചെയ്ത ഇഞ്ചിയാണ് കേട്ടോ. ഒരാളിരുന്ന് പടം വരയ്ക്കുക, ആ സമയത്തിരുന്ന് ഒരാളിരുന്ന് പടം വരച്ചിട്ടിരിക്കുക. ഒരു നല്ലൊരു ആർട്ടിസ്റ്റാണെന്നാണ് പുള്ളിയുടെ വിചാരം. വെറുതെ ആട്ടോ, നല്ലൊരു ആർട്ടിസ്റ്റാണ് കേട്ടോ. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പടമൊക്കെ നോക്കി വരച്ചുകൊണ്ടിരിക്കുക. പുള്ളി സ്കൂളിലൊക്കെ പ്രൈസൊക്കെ മേടിച്ചു. പുള്ളിയുടെ ചേട്ടൻ്റെ പടം തന്നെ പുള്ളി ഒന്ന് വരച്ചതാണ്. അയ്യോ, ഇതാരത്? എൻ്റെ അമ്മോ, പേടിച്ചു പോകുമല്ലോ. കൊച്ചിൻ്റെ പടം തന്നെ, പുള്ളിയുടെ ചെറുപ്പത്തിലെ പടം പുള്ളി ആൽബത്തിൽ നോക്കി വരച്ചെടുത്തതാണ്. അതുപോലെ ആൽബത്തിൽ നിന്ന് ചേട്ടൻ്റെ പടം ഇപ്പോഴത്തെ പടമൊക്കെ എടുത്ത് പുള്ളി തന്നെ അങ്ങ് വരയ്ക്കുക. അപ്പോഴത്തേക്കും പുള്ളി വേറൊരു ബുക്ക് എടുത്തിട്ട് വന്നു. പുള്ളി നേരത്തെ വരച്ച പടങ്ങളൊക്കെ എന്നെ ഒന്ന് കാണിക്കുമോ, അതൊക്കെ കണ്ടോ. നല്ല ഇതായിട്ട് വരയ്ക്കുന്നുണ്ട്. നോക്കി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. കണ്ടോ, സിംഹത്തിൻ്റെ പടമൊക്കെ പുള്ളി വരയ്ക്കുക. വരച്ച പടങ്ങൾ ഓണത്തിന് ഒരു മഹാബലിയെ വരച്ചത്, ആന, ചെണ്ടകൊട്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? എൻ്റെ അമ്മോ, കൊള്ളാലോടെ മോനെ ഇത്. അയ്യോ, എൻ്റെ അമ്മോ, പേടിപ്പിക്കുന്ന ആളാണല്ലോ. ആ പടം തന്നെയാണെന്ന് തോന്നുന്നു, അത് ചിരിക്കുന്ന പടമാണെന്ന് തോന്നുന്നു. തീർന്നു. ഇതെന്ത് സംഭവം? ഈ കൊള്ളാമല്ലോ, അടിപൊളിയായിട്ടുണ്ട്. അതൊക്കെ വരച്ചു. പുള്ളിയുടെ ഇഷ്ടത്തിലുള്ള പടങ്ങളൊക്കെ ഇങ്ങനെ മൊബൈലിലൊക്കെ കാണുമ്പോൾ അത് നോക്കി പുള്ളി തന്നെ അങ്ങ് വരയ്ക്കുക. പുള്ളി ഒറ്റയ്ക്ക് പോരുന്നങ്ങ് വരച്ചോളും. അടിപൊളിയുണ്ട്. കഴിഞ്ഞെന്ന് തോന്നണം അല്ലേ? അതെന്തുവാ? കൊള്ളാം. ശിവനെ വരച്ചതാണ്. പുള്ളി ഒരു ശിവൻ്റെ ആരാധകനാണ്. ഇതാണ് കേട്ടോ ആള്, ഈ പടം വരച്ച ആൾ ഇതാണ് കേട്ടോ. ഓക്കേ. അപ്പോഴത്തേക്ക് അരിയൊക്കെ തിളച്ചു. അമ്മ അത് വാർക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. കൈ എൻ്റെ അമ്മ, ഇതൊക്കെ എക്സ്പീരിയൻസാണ്. വാർക്കലെന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ ഒന്ന് തെന്നിക്കഴിഞ്ഞ് ചൂടുവെള്ളമല്ലേ. അത് വാർത്തു. വാർക്കാനായിട്ട് വെള്ളം. അതല്ല, വാർത്തു എന്ന് വെച്ചാൽ ചൂടല്ലേ. ചൂടാകുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പതുക്കെ അല്ലേ ചെയ്തു. അത് വാർത്തു. എന്തോ അങ്ങോട്ട് മാറ്റി വയ്ക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അതെടുത്ത് മുകളിലേക്ക് എടുത്ത് വെക്കാനുള്ള ഇതാണ്. എന്തോ തുണി വേറെ എടുത്ത് കൊള്ളാം. എടുത്ത് വെച്ചു. അങ്ങനെ അവിടെ സെറ്റായി. മെഴുക്കുവരട്ടിയുടെ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തു. സവോളയും ചില്ലി പൗഡറല്ല, മുളക് ചതച്ചതും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് സിമ്പിൾ പരിപാടി. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഉപ്പിട്ട് കൊള്ളാം. നമ്മുടെ കറിവേപ്പില കേട്ടോ, നാച്ചുറൽ, നമ്മുടെ സ്വന്തം കറിവേപ്പില, സ്വന്തം വീട്ടിലുണ്ടായ കറിവേപ്പില.
അതെല്ലാം എടുത്തു, ജസ്റ്റ് ഒന്ന് ഇളക്കി. നോക്കി, കൊള്ളാം, അടിപൊളി. നല്ലൊരു കളർഫുള്ളായി ആ പച്ചയും റോസ് കളറും എല്ലാം കൂടെ നിൽക്കുമ്പോൾ നല്ലൊരു കളർഫുള്ള് തോന്നുന്നുണ്ട്. ഗ്യാസ് കത്തിച്ചു, എണ്ണ ഒഴിച്ചു, ഫുൾ എണ്ണ ഒഴിച്ചു. ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് ഇളക്കി മൊത്തം ഒന്ന് യോജിപ്പിച്ച് അടിപൊളി. ആഹാ, നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലേ ആ പച്ചയെല്ലാം കൂടെ ഒന്നായിട്ട് കണ്ടിട്ട്. അടച്ചു വെച്ചു. ആ കാര്യങ്ങളങ്ങ് കഴിഞ്ഞു കേട്ടോ. ഇത് നമ്മുടെ അവന്മാരിത് ഇതിൻ്റെ മുമ്പിലാണ് ഫുൾ ടൈം കാർട്ടൂൺ. കണ്ടാ നോക്കിയേ, ഞായറാഴ്ച അല്ലേ, പഠിക്കാൻ പോകണ്ടല്ലോ, അത് കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുക. എന്തൊക്കെയോ പറയാനുണ്ട്. കണ്ടോ അവൻ കുറച്ച് കുസൃതിയാണ്. അമ്മ നമ്മുടെ ചെടികൾക്കും അവിടുത്തെ ചീരയും പയറും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നനച്ചുകൊണ്ടിരിക്കുക. ഒരു ചെറിയ അടുക്കളത്തോട്ടം നമുക്ക് വേണ്ട ചെറിയ സാധനങ്ങൾ, ഈ ചീര അതുപോലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയിലുള്ള നാച്ചുറലായിട്ടുള്ള ഫുഡ് കിട്ടുമല്ലോ. അത് ഇരിക്കുന്ന അച്ഛൻ്റെ സ്കൂട്ടറായിരുന്നു കേട്ടോ. അച്ഛൻ്റെ സ്കൂട്ടർ അത് ഞാൻ വെച്ച് കളറൊക്കെ ചെയ്ത് ചെയ്ത് വെച്ചു, അടിപൊളിയാക്കി വെച്ചിരിക്കുക. അതിന് കുറച്ചുകൂടെ ചെയ്യാനുണ്ട്, കുറച്ചുകൂടെ അതിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ ചെയ്ത് ഒന്ന് റെഡിയാക്കി വെക്കണമെന്നുള്ള ഇതിലാണ്. അങ്ങനെയുള്ള ചെടിയൊക്കെ നനച്ചു. ഞങ്ങളിങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ അല്ലുവും മിന്നുമാണ് കേട്ടോ. മിന്നു മുട്ടയിട്ട് അകത്തിരിക്കുക. ഇത് അല്ലുവാണ് അല്ലു ഇരിക്കുന്നത് കണ്ടോ. മിന്നുവിന് കാവലിരിക്കുക. ഒരു 5 മുട്ടയുണ്ട് കേട്ടോ, 5 മുട്ട. അപ്പോൾ അതിന് അടയിരിക്കുക പുള്ളിക്കാരി. ഇപ്പം അതിൻ്റെ അകത്ത് തന്നെയാണ്. ഈ ഡിസംബർ സമയത്താണല്ലോ ഈ ലവ് ബേഡ്സുകളും മുട്ടയിടുന്നതും കാര്യങ്ങളൊക്കെ. അത് കാരണം പുള്ളി സൈലൻ്റായിട്ടിരിക്കുക, ഒറ്റയ്ക്കേ ഉള്ളല്ലോ, അകത്തിരിക്കുക. അവന്മാർ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല, അത് കണ്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാൻ ചെറിയ പ്രാക്ടീസിലായിരുന്നു. ഒരു വയലിൻ്റെ ഒരു കവർ ചെയ്യാനായിട്ട് ഉള്ള ഒരു പ്രാക്ടീസിൽ ചുമ്മാ പാട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അവളിങ്ങനെ ചോദിച്ചപ്പോൾ പറയുക, ദേവം വന്നു. ചുമ്മാ പ്രാക്ടീസ്. അവൻ പുറത്ത് പൂക്കളെയൊക്കെ ആലോപിച്ചുകൊണ്ടിരിക്കുക. നോക്കി, ഭയങ്കര കെയറിങ് കേട്ടോ. അതിൻ്റെ കഴുത്തെ മൊത്തം പിടിച്ചിരിക്കുക. ദയവിട്ട് അടുത്ത പൂവിൻ്റെ അടുത്തേക്ക് പോയി. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ ചെറിയൊരു ഗാർഡനാണ് കേട്ടോ. കുറച്ച് പൂക്കൾ ഇങ്ങനെ ഓരോന്നേരൊന്ന് വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. അവൻ ചെമ്പരത്തി, ലൈറ്റ് ചെമ്പരത്തി, ചെറിയ ചെമ്പരത്തി ഇല്ലേ, അതാണ് കേട്ടോ. ഇതെങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഞങ്ങളുടെ ആ സമയത്താകുമ്പം മെഴുക്കുവരട്ടിയൊക്കെ റെഡിയായി. ആ നല്ലൊരു കളർഫുള്ളായിട്ടിരുന്നതാണ്. ഇതിപ്പോൾ ചെറിയ മഞ്ഞ കളറൊക്കെ വന്ന് വേറൊരു കളറായി, അടിപൊളിയായി. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കണ്ടോ, അതെല്ലാം കൂടെ മിക്സായി. മറ്റേ നമ്മൾ അച്ചിങ്ങയൊക്കെ നല്ല കിളുന്ന അച്ചിങ്ങയാണ്. നമ്മുടെ തോട്ടത്തിൽ തന്നെ പറിച്ചെടുത്തതാണ് കേട്ടോ. എല്ലാം നമ്മുടെ നാച്ചുറൽ ഫുഡാണ്.
അതിനുശേഷം അച്ചു ഡിസൈനിലേക്ക് കടന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ഡിസൈനറായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ പുള്ളി ബാക്കിയുള്ള ടൈം അവൻ ഇടയ്ക്ക് ശല്യപ്പെടുത്തുന്നുണ്ട്. ബാക്കിയുള്ള സമയത്ത് പുള്ളിക്കാരിയുടെ ലോകത്തേക്ക് പോവും. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അവൻ അതിനിടയ്ക്ക് കണ്ടോ, അതിൻ്റെ ഇടയിൽ കയറി കണ്ടോ, ഭയങ്കര കുരുത്തക്കേട് കാണിക്കുന്നത് കണ്ട. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം കേട്ടോ. എല്ലാവർക്കും ബൈ.